ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടാ. വിൻ്റർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 1 ഡിഗ്രി ആയിരുന്നു കേട്ടാ. പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് പോവാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പം ഞാനിവിടെ പറയാൻ വന്നതേ, ഇവിടെ സ്കിൽഡ് മൈഗ്രേഷനിലൂടെ നിങ്ങൾക്ക് ആ സ്കിൽഡ് പാത്വേയിലൂടെ PR എടുത്ത് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കാണ് സാധാരണ ആ PR പാത്വേ ഉള്ളത്. അതുപോലെ തന്നെ ആ സ്കിൽഡ് പാത്വേയിലൂടെ ന്യൂസിലൻഡിലേക്കും PR എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജോലി നാട്ടിലുണ്ടായിരിക്കണം. അതിന് 3 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾ ജോലികൾക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. PR കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ജോലി ചെയ്യാം, നിങ്ങളുടെ പാർട്ട്ണർക്ക് ജോലി ചെയ്യാം, കുട്ടികളെ കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുപോലുള്ള ജോലികൾ ഇപ്പോൾ ചെയ്യുന്നവര് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ PR എടുത്ത് ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാനായിട്ട് നോക്കാം. PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ PR എടുക്കാനായിട്ട് പറ്റാത്ത ആളുകൾ നിങ്ങൾ അത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്പോൺസേഡ് ആയിട്ടുള്ള ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ജോലി കിട്ടും. ഒരുപാട് പേര് ഇപ്പോഴും ജോലി കിട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക കൂടി വേണം. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇന്റർവ്യൂ കോൾ വരും എന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെയല്ല, നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. ആ ജോലിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ വെബ്സൈറ്റിലൂടെ വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ആ കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴെപ്പോഴും അല്ല, ഇടയ്ക്ക് അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കുക കേട്ടോ. നമ്മുടെ മനസ്സിൽ ഈ ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പോടുകൂടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഇന്റർവ്യൂ കോൾ കിട്ടും. പിന്നെ ഒരു കാര്യം കേട്ടോ, ആദ്യത്തെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിക്ലൈൻ ചെയ്തൊക്കെ വരാം. പക്ഷെ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ 150ഓ 200ഓ ജോലികളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്ന പലർക്കും ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിലോ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് തന്നെ ഇന്റർവ്യൂ കോള് കിട്ടി, ജോലി കിട്ടി ഇങ്ങോട്ട് വരാനുള്ള അവസരം ഉണ്ടാവും. അതൊരു ഭാഗ്യമായിട്ട് കരുതുക. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പൊ ആ ഭാഗ്യം അനുസരിച്ച് നേരത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമോ ജോലി കിട്ടി വരാം. അപ്പൊ ഇന്നും ഞാനിവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, അതായത് സ്പോൺസേർഡ് ജോബ്സ് ന്യൂസിലാൻഡ്, സ്പോൺസേർഡ് ജോബ്സ് ഓസ്ട്രേലിയ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്പോൺസർഷിപ്പുള്ള ജോബ്സും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുവഴി നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക. ഇൻഡീഡ് വഴിയോ സീക്ക് വഴിയോ ജോറ അതുപോലുള്ള വെബ്സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കമ്പനി സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഉണ്ടാക്കുക. ഇതിൽ യാതൊരു മിസ്റ്റേക്കും പാടില്ല കേട്ടോ. ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നും പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജോലി കിട്ടാതെ പോകും നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാം. ജോലി കിട്ടാത്തത് ഇതുപോലെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാവാം. CV 2 പേജിൽ കവിയാൻ പാടില്ല കേട്ടോ. കാരണം മെഷീനാണ് ഇതൊക്കെ സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ CV സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഈ 2 പേജുള്ള ATS ഫ്രണ്ട്ലി CV മാത്രമേ പാടുള്ളൂ. യൂറോപ്പ CV വെച്ച് ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒന്നും അപ്ലൈ ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ CVയില് ഫോട്ടോസ് ഒന്നും ചേർക്കരുത്. നിങ്ങളുടെ മാർഷ്യൽ സ്റ്റാറ്റസ്, ഫാമിലി തിങ്സ്, ഇതൊന്നും അതിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, സ്കിൽ എന്താണ്, ഇത്രയും മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ. ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ശരിക്കും വായിച്ചു നോക്കുക. എന്നിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ആ നോട്ടിഫിക്കേഷനിലുള്ള സ്കിൽസ് നിങ്ങൾ അവിടെ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ CVയിൽ ചേർക്കുക. അപ്പോഴായിരിക്കും മെഷീൻ ട്രാക്കിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടുക, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുക. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പേജിൽ കവിയാൻ പാടില്ല. അതുപോലെ ഓരോ ജോലിക്കും ആ ജോലിയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള CV ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും പോയിട്ട് വേഗം ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തേ.
തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 2 ജോലിയെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ. സീ യു. ബൈ.